നമസ്കാരം. ഇതേത് വണ്ടിയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ ടൊയോട്ടയുടെ ടൈസറ, അർബൻ ക്രൂയിസർ ടൈസർ. ടൈസർ പ്രധാനമായിട്ട് 3 മോഡുകളിലാണ് വരുന്നത്. അതായത് പെട്രോള്, CNG, ടർബോ. പെട്രോൾ എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, പെട്രോളിൽ റൺ ചെയ്യുന്നതാണ് പെട്രോൾ. CNG എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, അതായത് ഗ്യാസിലും പെട്രോളിലും ആ വണ്ടി റൺ ചെയ്യും. പിന്നെന്താണ് ഈ ടർബോ? ഈ ഇടയ്ക്ക് നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്, ടർബോ, ഹൈബ്രിഡ്. ഇപ്പോൾ ടർബോ എന്താണെന്ന് ഞാൻ പറയാം. ടർബോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു സ്പോർട്സ് ഫീൽ നമുക്ക് കിട്ടാൻ വേണ്ടി, അതായത് ഒരു അഡീഷണൽ പവർ നമുക്ക് ലഭിക്കാൻ വേണ്ടി എൻജിൻ്റെ കൂടെ കൺസ്ട്രക്ഷനിൽ ടർബോ എന്നൊരു കമ്പോണൻറ്റ് ആഡ് ചെയ്യും. അതാണ് ടർബോ എൻജിൻ. അതായത് എൻജിൻ്റെ കൂടെ അങ്ങനെ ഒരു ഫാക്ടറോട് ആഡ് ചെയ്യും. എന്തിനാ? ഒരു പവർ ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ഒരു ടോർക്ക്, ഒരു അഡീഷണൽ ഒരു സ്കില്ല്, ഒരു ഹോഴ്സ് പവർ എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ ഒരു പവർ കിട്ടാൻ വേണ്ടിയിട്ട്. പ്രധാനമായിട്ട് 5 വേരിയൻറ്റിലാണ് നമ്മുടെ ഈ ടൈസർ വരുന്നത്. അതേതൊക്കെയാണ്? ഇ, എസ്, എസ് പ്ലസ്, ജി, വി. ഇതിൽ ജിയും വിയുമാണ് ഹൈ വേരിയൻറ്റ്. അതായത് വി ആണ് ടോപ്പ് വേരിയൻറ്റ്, ഇ ആണ് ഏറ്റവും ബേസ് വേരിയൻറ്റ്. ഇത് ഞാൻ ആദ്യം പറഞ്ഞ ഇ, എസ്, എസ് പ്ലസ് ഉണ്ടല്ലോ, ആ 3ഉം 1.2 ലിറ്ററാണ്. എന്നാൽ ജിയും വിയും ടർബോ അത് 1 ലിറ്ററാണ്. നല്ല സ്റ്റൈലിഷ് എലമെൻ്റാണ് ഈ ടൈസർ കൊടുത്തിരിക്കുന്നത്. ഈ ടെയിൽ ലാമ്പിലാണെങ്കിലും, ഈ ലോങ് ഒരു ടെയിൽ ലാമ്പിൽ, ഫ്രണ്ട് ഹെഡ്ലൈറ്റിൽ, നല്ല ആക്സസറീസിൽ എല്ലാം, ഈ ബാഡ്ജിങ്ങിലായെങ്കിൽ തന്നെ ഒരു നല്ലൊരു സ്റ്റൈലിഷ് എലമെൻറ്റ് ടൈസർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻറ്റീരിയർ വൈസ് നോക്കുവാണെങ്കിൽ തന്നെ എല്ലാ കളറും ഒരു കോമ്പിനേഷനുണ്ട്. ആ സൈഡ് ഡോറിലായാലും, ആ ഡോറിനോട് ചേർന്ന സീറ്റിലായാലും, എല്ലാ കളേഴ്സിനും തന്നെ ഒരു കോമ്പിനേഷനുണ്ട്. ഇൻറ്റീരിയറിൽ നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഏതൊക്കെ വേരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും, ഏതൊക്കെ എലമെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും, നമ്മുടെ യൂസിനനുസരിച്ച് നമ്മളൊരു കാറ് എടുക്കാവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പം നമ്മളിതിൻ്റെ ടർബോ എടുത്തിട്ട് നമ്മൾ വലിയ ഓട്ടവും കാര്യമൊന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്കതിനനുസരിച്ചുള്ള പെർഫോം ചെയ്യാനൊന്നും താല്പര്യമൊന്നും ഇല്ലെങ്കിൽ, നമ്മുടെ പെട്രോൾ മൈലേജ് ഉള്ളത് തന്നെ എടുക്കുന്നതാണ് നല്ലത്. ഈ ഒരു ക്രോസ് ഓവർ SUV ടൈപ്പിൽ നല്ലൊരു ഡിസൈനിലാണ് ഈ ടൈസർ നമുക്ക് ടൊയോട്ടോ തന്നിരിക്കുന്നത്. മാത്രമല്ല, ഈ ഡാഷ്ബോർഡ് നോക്കിയാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല കളേഴ്സിൽ, നല്ലൊരു പ്ലെയിൻ ലുക്കിൽ, നല്ലൊരു അടിപൊളി ഒരു ലുക്കിലാണ് ഈ ടൊയോട്ടോ ടൈസർ നമുക്ക് തന്നിരിക്കുന്നത്. ഈ സീറ്റിങ്ങിലായാലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കളർ, ഒരു കാമോഫ്ലാജ്, എല്ലാം രണ്ടും ഒരു മിക്സിംഗ് ഉണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ, മറ്റ് നമ്മുടെ ഗ്ലാൻസിലൊക്കെ ലഭിക്കുന്ന പോലെ തന്നെ ഒരു ലെഗ് സ്പേസ്, ഒരു സീറ്റിംഗ് കംഫർട്ട് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. മാത്രമല്ല നല്ലൊരു ബൂട്ട് സ്പേസും വരുന്നുണ്ട്. പക്ഷേ എടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ CNG വരുമ്പോൾ ബൂട്ട് സ്പേസ് ഒന്നുകൂടെ കുറയും. കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ആ ഭാഗത്താണല്ലോ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ സിലിണ്ടർ വരുന്നത്. മൈലേജ് ഉണ്ട്, എന്നാൽ നമ്മളെല്ലാ കാര്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചിട്ട് വെഹിക്കിൾ പർച്ചേസ് ചെയ്യുക.